ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ ഗവർണർക്ക് മന്ത്രിസഭയുടെ കത്ത്. രാജ്ഭവൻ ഔദ്യോഗിക ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയുമല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിച്ചാണ് മന്ത്രിസഭയുടെ കത്ത്. ത്രിവർണ്ണ പതാകയ്ക്ക് പകരം മറ്റേതെങ്കിലും പതാകയോ ചിഹ്നമോ പ്രദർശിപ്പിക്കുന്നത് ദേശീയ പതാകയെ അപമാനിക്കുന്നതാണെന്നും മന്ത്രിസഭ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും മഹേഷ് ചന്ദ്രനാണ് ചേരുന്നത്. മഹേഷ്, ഇക്കാര്യത്തിൽ ഈ കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ അഭ്യർത്ഥന കൂടി വരുന്നത്. എത്തരത്തിലാണ് കാര്യങ്ങൾ? സംഗീത, ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയുള്ള കത്താണ് ഇപ്പോൾ മന്ത്രിസഭ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. രാജ്ഭവന്റെ ആഭിമുഖ്യത്തിൽ എന്തെങ്കിലും പരിപാടികൾ ഔദ്യോഗികമായി സംഘടിപ്പിക്കുമ്പോൾ ഭാരതത്തിന്റെ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളുമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നുള്ള അഭ്യർത്ഥനയാണ് മന്ത്രിസഭ കത്തിലൂടെ നൽകിയിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കത്തയക്കുന്നതെന്നും വ്യക്തമായി പറയുന്നു. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയും ദേശീയ ചിഹ്നവും ഉയർന്നുന്ന പശ്ചാത്തലം, അതുപോലെ ദേശീയ പതാക എന്തായിരുന്ന പ്രമേയം, ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ, ഇവയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള കത്താണ് ഇപ്പോൾ കേരള മന്ത്രിസഭ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ രാജ്ഭവനിൽ ഔപചാരികമായും ഔദ്യോഗികമായും ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളെ സംബന്ധിച്ചുള്ള ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഗവർണർ മുമ്പിലായിട്ട് ഈ മന്ത്രിസഭ ചെയ്തിരിക്കുന്നത്. രാജ്യം അതിന്റെ പാരമ്പര്യം, അതുപോലെ തന്നെ അത് വൈവിധ്യ രീതിയിൽ അത് മുന്നോട്ട് വന്ന എല്ലാം പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, ഭാരതത്തിന്റെ ദേശീയ പതാക എന്തായിരിക്കണമെന്നുള്ള ചർച്ച ഭരണഘടനാ അസംബ്ലി നടന്നപ്പോൾ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം കൂടി ഈ കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സാമുദായികമോ സാമൂഹികമായ മറ്റൊരു പരിഗണനകളും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പനയിൽ ഉണ്ടായിരുന്നില്ല എന്ന നെഹ്റുവിന്റെ മറുപടിയും ഈ കത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത് സരോജിനി നായിഡുവിന്റെ വാക്കുകൾ കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു കത്താണ് ഇപ്പോൾ മന്ത്രിസഭ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. കൃത്യമായി പറയുന്നു, ദേശീയ പതാകയോ ദേശീയ ചിഹ്നങ്ങളോ അല്ലാത്ത മറ്റൊന്നും രാജ്ഭവന്റെ പരിപാടിയിൽ ഉണ്ടാകാൻ പാടില്ല നിർദ്ദേശം ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നാണ് ഈ കത്തിലൂടെ മന്ത്രിസഭ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാതി. ശരി മഹേഷ്.